അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മിനിയേച്ചർ കുക്കിങ്ങുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് വിചാരിച്ചാൽ ഇതാണ്. ഇവരെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായി ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഇത് സ്പെഷ്യൽ മസാല മാഗിയാണ്. ടൊമാറ്റോ വേണം, പിന്നെ ക്യാരറ്റ് വേണം, പിന്നെ ഉള്ളി വേണം, പിന്നെ പച്ചമുളക് വേണം, പിന്നെ കുറച്ച് ഉപ്പും കൂടി വേണം. അപ്പോൾ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയണ്ടേ? നീ റെഡിയല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തീ കത്തിക്കാം. അപ്പോൾ ഗൈസ് തീ കത്തിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മളൊരു മാർബിളൊക്കെ വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ തീ നന്നായി കത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് വെള്ളം എടുക്കാം. പാത്രം വെക്കാം. നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് മൂടി വെക്കാം. അപ്പോഴേക്കും പെട്ടെന്ന് ചൂടായി വരും. ഞാനൊരു കടങ്കഥ ചോദിക്കാം. നീളമുള്ള മരമാണ്, കാക്കക്കിരിക്കാൻ കൊമ്പില്ല. അതിന്റെ ഉത്തരം മറ്റൊന്നുമല്ല, ഇതാ ഈ പോകുന്നതാണ്. പുകയാണ് അതിന്റെ ആൻസർ. ആർക്കൊക്കെയാണ് കിട്ടിയത്? എല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മാഗി ഇടട്ടെ. അപ്പോൾ നമുക്ക് അതിനെ സ്പൂണോട് ഇളക്കാം. അത് മിക്സ് ആയിട്ടുണ്ട്. മൂടി വെക്കാം. അപ്പോൾ നമുക്ക് മാഗി വേവാനായി ഞാൻ ഇളക്കട്ടെ. മാഗി ഞാനിവിടെയൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. വളവൊന്ന് പുകേനെ കൊണ്ട് അടിച്ചു ഷേപ്പാക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് പുക ആസ്വദിക്കുകയാണ്. ഞാനിവിടെ ഇപ്പൊ ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി മാഗിയുടെ ബാക്കി പരിപാടി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സവോള കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രേ വേണ്ടൂ. നമുക്ക് ബാക്കി അങ്ങ് മാറ്റി വെക്കാം. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ടൊമാറ്റോ എടുക്കാം.
നമുക്ക് ഈ പീസ് മാത്രം മതി. നമുക്കിത് മുറിച്ചെടുക്കാം. തക്കാളി എത്ര ചെറുതാക്കുന്നോ അത്രയും നമുക്ക് മാഗിയുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ക്യാരറ്റ് എടുക്കാം. നമുക്കിത് നന്നായി മുറിച്ചെടുക്കാം. അപ്പോൾ ആർക്കൊക്കെയാണ് ക്യാരറ്റ് ഇഷ്ടം? ഇവർക്ക് നന്നായി ഇഷ്ടമാണ്. ഇവൻ മുയലിനെ പോലെ കടിച്ച് തിന്നാറുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായി മുറിച്ചെടുക്കാം. ആർക്കൊക്കെയാണ് ക്യാരറ്റ് ഇഷ്ടമെന്ന് കമന്റിൽ പറയണേ. നന്നായി ചെറുതാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും റെഡി ആയിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിനി പച്ചമുളകാണ് ആവശ്യം. അപ്പോൾ പച്ചമുളക് എടുക്കാം. നന്നായി ചെറുതാക്കി മുറിച്ചെടുക്കണം. നമ്മുടെ കൈ എരിയാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഇത്ര മതി. അപ്പൊ ഇതും ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇവിടെയൊക്കെ വൃത്തികേടായിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ ക്ലീൻ ആക്കട്ടെ. അപ്പൊ നമുക്ക് മാഗിയുടെ മസാല ഉണ്ടാക്കാം. തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഓയിലിന്റെ പാത്രമാണിത്. നമുക്ക് ഓയിൽ ഒഴിക്കാം. സവാള ഇടാം. അപ്പൊ നമുക്ക് ഇളക്കാം. എണ്ണയിൽ പുകയടിക്കുന്നതായി. ആയിട്ടില്ല, സമയമായിട്ടില്ല. നമുക്ക് പച്ചമുളക് ഇടാം. നമുക്ക് ഇളക്കാം. അപ്പോൾ നമുക്ക് ഉപ്പിടാം. അപ്പോൾ ഗൈസ് നമുക്കിനി ക്യാരറ്റ് ഇടാം. ഇനി നമുക്ക് ടൊമാറ്റോ ഇടാം. ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട്. നമുക്കിനി മസാല ഇടാം.
ഇത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചേ വേണ്ടൂ. അപ്പൊ നമുക്ക് മിക്സ് ചെയ്യാം. മാഗി മസാല ഒക്കെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കണം. അപ്പൊ ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈസിയായി മിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മാഗി സെർവ് ചെയ്യാം. നല്ല അടിപൊളി മാഗിയാണ്. ഇതാണ് നമ്മുടെ കിടുക്കാച്ചി മാഗി. ഇപ്പൊ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പറാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളാണ്, ഇത് ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ്. നമ്മളിതിപ്പോ തിന്ന് തീർക്കും എന്നാ തോന്നുന്നു.